നമസ്കാരം. കൗതുക കണ്ണാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള മഞ്ഞുകട്ടകൾ നിറഞ്ഞ അന്റാർട്ടിക്കയിലേക്കാണ്. അവിടെ നല്ല വെളുത്ത ഷർട്ടും കറുത്ത കോട്ടുമൊക്കെ ഇട്ട് വരി വരിയായി നടന്നു പോകുന്ന കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പെൻഗ്വിനുകൾ. പക്ഷിയാണെങ്കിലും ആകാശത്ത് പറക്കാൻ കഴിയാത്ത, എന്നാൽ വെള്ളത്തിനടിയിൽ മീനുകളെ പോലെ നീന്തുന്ന ഈ ബിരുദന്മാരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, പെൻഗ്വിനുകളുടെ ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയർഭാഗം നല്ല വെളുത്ത നിറത്തിലും പുറം ഭാഗം കറുത്ത നിറത്തിലുമാണ്. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, അല്ലേ? ശരിക്കും ഒരു യൂണിഫോം ഇട്ടതുപോലെ. ഈ നിറത്തിന് പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്. വെള്ളത്തിനടിയിലൂടെ നീന്തുമ്പോൾ മുകളിൽ നിന്നുള്ള ശത്രുക്കൾ നോക്കിയാൽ കടൽ വെള്ളത്തിന്റെ കറുപ്പിനൊപ്പം പെൻഗ്വിനും മറഞ്ഞു നിൽക്കും. താഴെ നിന്ന് നോക്കുന്ന ശത്രുക്കൾക്ക് പെൻഗ്വിനുകളുടെ വെളുത്ത വയർ ആകാശത്തിന്റെ വെളിച്ചമായി തോന്നും. അതുകൊണ്ട് ശത്രുക്കൾക്ക് ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷിയാണെങ്കിലും ഇവരുടെ ചിറകുകൾ പറക്കാനല്ല, മറിച്ച് വെള്ളത്തിനടിയിൽ തുഴയാനാണ് സഹായിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഭയങ്കര തണുപ്പല്ലേ? ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരുടെ ചർമ്മത്തിനടിയിൽ കട്ടിയുള്ള കൊഴുപ്പുണ്ട്. കൂടാതെ വാട്ടർ പ്രൂഫായ തൂവലുകളും. തണുപ്പ് കൂടുമ്പോൾ ഇവർ എല്ലാവരും ഒരു വട്ടം കൂടി നിൽക്കും. എന്നിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന് ചൂട് പങ്കുവെക്കും. വട്ടത്തിന്റെ പുറത്തു നിൽക്കുന്നവർക്ക് തണുക്കുമ്പോൾ അവർ മെല്ലെ നടുവിലേക്ക് വരും. നടുവിലുള്ളവർ പുറത്തേക്ക് പോകും. ഇങ്ങനെ എല്ലാവരും സഹായിച്ചാണ് ആ കൊടും തണുപ്പിനെ ഇവർ തോൽപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇവരുടെ ഒരു ഒത്തൊരുമ? പെൻഗ്വിനുകളുടെ ഒരു പ്രധാന രഹസ്യം അറിയാമോ? എംപറർ പെൻഗ്വിനുകളിൽ അച്ഛൻ പെൻഗ്വിനാണ് മുട്ട വിരിയുന്നത് വരെ കാവൽ നിൽക്കുന്നത്. അമ്മ പെൻഗ്വിൻ മുട്ടയിട്ട ശേഷം ഭക്ഷണത്തിനായി കടലിലേക്ക് പോകും. അപ്പോൾ അച്ഛൻ പെൻഗ്വിൻ ആ മുട്ട സ്വന്തം കാലുകൾക്കിടയിൽ വെച്ച് തന്റെ പതുപതുത്ത രോമങ്ങൾ കൊണ്ട് മൂടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കും. ഏകദേശം 2 മാസത്തോളം ഒന്നും കഴിക്കാതെയാണ് അച്ഛൻ പെൻഗ്വിൻ ഈ കാവൽ നിൽക്കുന്നത്. അമ്മ തിരിച്ചെത്തുമ്പോഴേക്കും കുഞ്ഞു പെൻഗ്വിൻ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടാകും. പെൻഗ്വിനുകളെ കുറിച്ച് മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞു തരാം. ഇവർക്ക് കടൽ വെള്ളം കുടിക്കാൻ സാധിക്കും. ഇവരുടെ കണ്ണിന് മുകളിലുള്ള ഒരു പ്രത്യേക ഗ്രന്ഥി രക്തത്തിലുള്ള ഉപ്പിനെ വേർതിരിച്ച് കളയാൻ സഹായിക്കുന്നു. അതുപോലെ ഐസിന് മുകളിലൂടെ നടക്കാൻ മടി തോന്നുമ്പോൾ ഇവർ വയറ് നിലത്തൂന്നി വഴുതി നീങ്ങും. ഇതിനെ ടൊബോഗാനിങ് എന്നാണ് പറയുന്നത്. ഇത് കാണാൻ നല്ല രസമാണ്. ശരിക്കും നമ്മൾ പാർക്കിലെ സ്ലൈഡിലൂടെ തെന്നി മാറുന്നത് പോലെ തോന്നും. കൂട്ടുകാരെ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. നമ്മൾ കാർട്ടൂണിലൊക്കെ പെൻഗ്വിനും ധ്രുവക്കരടിയും ഒരുമിച്ച് കളിക്കുന്നത് കാണാറില്ലേ? എന്നാൽ സത്യത്തിൽ ഇവർ ഒരിക്കലും നേരിട്ട് കാണാറില്ല. ധ്രുവക്കരടികൾ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമായ ആർട്ടിക് പ്രദേശത്താണ് താമസം. എന്നാൽ പെൻഗ്വിനുകൾ താമസിക്കുന്നത് ഏറ്റവും താഴെയുള്ള അന്റാർട്ടിക്കയിലാണ്. അതുകൊണ്ട് പെൻഗ്വിനുകൾക്ക് ധ്രുവക്കരടികളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മഞ്ഞിലെ ഈ കുട്ടിപ്പട്ടാളത്തിന്റെ വിശേഷങ്ങൾ? പ്രകൃതിയിലെ ഓരോ ജീവിയും എത്ര അത്ഭുതകരമാണല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൗതുകകരമായ അറിവുകളുമായി അടുത്ത കൗതുക കണ്ണാടിയിൽ കാണാം. ബൈ.